ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് പേര് കമൻസിൽ ചോദിച്ചു കണ്ടു, എഴുതി കാണിക്കാൻ പറ്റുമോ? നമുക്ക് എഴുതി കാണിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലും SCRT വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്താണ്. മണ്ഡപം, തമിഴ്നാട്. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. ഇദ്ദേഹമാണ് നാച്ചുറൽസ് ഐസ്ക്രീമിന്റെ സ്ഥാപകൻ, രഘുനന്ദൻ കമ്മത്ത്. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ശേഖർ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരാണസിയിലാണ്. വാരാണസി. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് വേണ്ടി സഹായം നൽകുന്നതിനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി എന്നത്. മേരി സഹേലി, അതായത് എൻ്റെ കൂട്ടുകാരി എന്നർത്ഥം വരുന്ന മേരി സഹേലി. ഒന്നുകൂടെ നോക്കാം, റിവൈസ് ചെയ്തിട്ട് വരാം. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്താണ്. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽസ് ഐസ്ക്രീമിന്റെ സ്ഥാപകനായിട്ടുള്ള രഘുനന്ദൻ കമ്മത്താണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരാണസിയിലാണ്. വാരാണസി. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി, എൻ്റെ കൂട്ടുകാരി മേരി സഹേലി. അടുത്തത്, G7 ഉച്ചകോടി 2025 വേദി എവിടെയാണ്? കാനഡ. G7 ഉച്ചകോടിയുടെ 2025 വേദി കാനഡയാണ്. 2024 വേദി ഇറ്റലിയായിരുന്നു. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയും 2024 വേദി ഇറ്റലിയുമാണ്. 2024 G7 ഉച്ചകോടിയുടെ എത്രാമത് പതിപ്പാണ് നടന്നിട്ടുള്ളത്? 50ാമതാണ് കേട്ടോ, 50ാമത്. 2024 G7 ഉച്ചകോടിയുടെ 50ാമത് പതിപ്പാണ് നടന്നത്. ഇനി 2023 G7 വേദി എവിടെയാണ്? 2023 G7 ഉച്ചകോടി നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിലാണ്. ഹിരോഷിമ. അപ്പൊ G7 എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? G7 എന്താണ്? G7 എന്നത് 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. നോക്കാം. G7 രൂപീകരിച്ചത് 1975 നവംബർ 15-നാണ്. 1975 നവംബർ 15-നാണ് G7 രൂപീകരിച്ചത്. US, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ത്? G7 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 7. US, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. രൂപീകരിച്ചതെന്നാണ്? 1975 നവംബർ 15-നാണ്.
ഇനി G20 G20 ഉച്ചകോടിയുടെ വേദി G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. റിയോ ഡി ജനീറോ 2024 G20 ഉച്ചകോടിയുടെ വേദിയാണ്. അതിൻ്റെ തീം എന്തായിരുന്നു? 2024 G20 ഉച്ചകോടിയുടെ തീമാണ് ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും കെട്ടിപ്പടുക്കുക എന്നതാണ്. ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും കെട്ടിപ്പടുക്കുക. അപ്പം 2024 കണ്ടു. അങ്ങനെയാണ് 2025 കൂടി നോക്കാം. G20 ഉച്ചകോടിയുടെ വേദി 2025 എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. G20 ഉച്ചകോടി 2025 വേദി ദക്ഷിണാഫ്രിക്കയാണ്. എന്താണ് പ്രമേയം? 2025 G20 ഉച്ചകോടിയുടെ പ്രമേയമാണ് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിര വികസനം എന്നിവ വളർത്തിയെടുക്കൽ. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിര വികസനം എന്നിവ വളർത്തിയെടുക്കൽ. അപ്പോൾ 2023 ഇന്ത്യയായിരുന്നു വേദി. അതുകൊണ്ടാണ് 2023 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നോക്കാം. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. ഇന്ത്യ. എന്തായിരുന്നു തീം? 2023 G20യുടെ തീമാണ് വസുദൈവ കുടുംബകം. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നതാണ്. ഓക്കെ, അപ്പോൾ G20 നമ്മൾ 2024 വേദി കണ്ടു. എവിടെയാണ്? റിയോ ഡി ജനീറോ. 2025 വേദി ദക്ഷിണാഫ്രിക്ക. 2023 വേദി ഇന്ത്യയുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് G20 എന്ന് കൂടി നോക്കാം. G20 എന്നാണ് രൂപീകരിച്ചത്? G20 1999 സെപ്റ്റംബർ 26-നാണ്. 1999 സെപ്റ്റംബർ 26-നാണ് G20 രൂപീകരിച്ചത്. നിലവിൽ എത്ര അംഗങ്ങളാണ് G20-യിലുള്ളത്? നിലവിൽ 21 അംഗങ്ങളാണുള്ളത്. G20-യിൽ നിലവിൽ 21 അംഗങ്ങളാണുള്ളത്. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. G7 ഉച്ചകോടി 2025 വേദി എവിടെയാണ്? G7 ഉച്ചകോടി 2025 വേദി കാനഡയാണ്. G7 ഉച്ചകോടി 2024 വേദി ഇറ്റലിയുമാണ്. 2023 G7 വേദി എവിടെയാണ്? ജപ്പാൻ. G7 രൂപീകരിച്ചത് 1975 നവംബർ 15-നാണ്. 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? US, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. G20 2024 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 G20 ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും കെട്ടിപ്പടുക്കുക എന്നതാണ്. 2025 G20 ഉച്ചകോടിയുടെ പ്രമേയം ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിര വികസനം എന്നിവ വളർത്തിയെടുക്കൽ എന്നതാണ്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നതാണ്. G20 രൂപീകരിച്ചത് 1999 സെപ്റ്റംബർ 26-നാണ്. നിലവിൽ 21 അംഗങ്ങളുമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് ബ്രിക്സ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? റഷ്യയാണ്. 2024 നടന്നത് ബ്രിക്സിൻ്റെ 16-ാം ഉച്ചകോടിയാണ്. 2024 നടന്നത് ബ്രിക്സിൻ്റെ 16-ാം ഉച്ചകോടിയാണ്. അപ്പോൾ 2023 നോക്കുകയാണെങ്കിൽ 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ജോഹന്നാസ്ബർഗ് ആണ്. ജോഹന്നാസ്ബർഗ് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗ് ആണ്. ജോഹന്നാസ്ബർഗ്. ഇനി കാലാവസ്ഥാ ഉച്ചകോടി. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. 2024 വേദിയായത് അസർബൈജാനുമാണ്. അസർബൈജാൻ. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. ഇനി സാർക്ക് ഉച്ചകോടി. 2024 വേദി ഏതാണ്? സാർക്ക് ഉച്ചകോടിയുടെ 2024 വേദി ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. 2023 സാർക്ക് ഉച്ചകോടിയുടെ വേദി ശ്രീലങ്കയുമാണ്. ശ്രീലങ്ക.
സാർക്ക് ഉച്ചകോടി 2024 വേദി ബംഗ്ലാദേശും 2023 വേദി ശ്രീലങ്കയുമാണ്. ശ്രീലങ്ക. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. ബ്രിക്സ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? റഷ്യയാണ്. റഷ്യ. 16ാമത് ഉച്ചകോടിയാണ് 2024 നടന്നത്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ജോഹന്നാസ്ബർഗ് ആണ്. ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. കാലാവസ്ഥ ഉച്ചകോടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. 2024 വേദിയാകുന്ന രാജ്യം അസർബൈജാനുമാണ്. അസർബൈജാൻ. സാർക്ക് ഉച്ചകോടി 2024 വേദി ബംഗ്ലാദേശും 2023 സാർക്ക് ഉച്ചകോടിയുടെ വേദി ശ്രീലങ്കയുമാണ്. ശ്രീലങ്ക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്തത് ഇനി കുറച്ച് വാർഷികങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്. 100ാം വാർഷികം. 2024 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവി ആരാണ്? 2024 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ. ഇനി 2024 100ാം വാർഷികം ആഘോഷിക്കുന്ന മലയാള പത്രം ഏതാണ്? 2024 100ാം വാർഷികം ആഘോഷിക്കുന്ന മലയാള പത്രമാണ് ഏത്? അൽ അമീൻ. അൽ അമീൻ. അൽ അമീൻ എന്നത്. 2024 50ാം വാർഷികം ആഘോഷിക്കുന്ന M. മുകുന്ദൻ്റെ ഒരു കൃതിയുണ്ട്. അതേതാണ്? അതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത്. 2024 50ാം വാർഷികം ആഘോഷിക്കുന്ന M. മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത്. 2024 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ എത്രാമത്തെ ആഘോഷമാണ് നടന്നത്? 2024 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷിക ആഘോഷമായിരുന്നു കേട്ടോ. 50ാം വാർഷിക ആഘോഷമായിരുന്നു. കൊച്ചിൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? കൊച്ചിൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ 25ാമത് വാർഷികമായിരുന്നു 2024 ആഘോഷിച്ചത്. 25ാമത് വാർഷികമാണ് 2024 കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആഘോഷിച്ചത്. അടുത്തത് 2024 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? അത് ₹1 നോട്ടാണ് കേട്ടോ. ₹1. 2024 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ കറൻസി നോട്ട് ₹1 നോട്ടാണ്. 2024 75ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി നിലയമാണ് ഏതാ? തിരുവനന്തപുരം. തിരുവനന്തപുരം. 2024 75ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി നിലയം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അടുത്തത് 2024 നാറ്റോയുടെ എത്രാമത് വാർഷികമാണ്? 2024 നാറ്റോയുടെ 75ാമത് വാർഷികമാണ് കേട്ടോ ആഘോഷിക്കുന്നത്. 2024 നാറ്റോയുടെ 75ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ്. 100ാം വാർഷികം. 2024 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. 2024 100ാം വാർഷികം ആഘോഷിക്കുന്ന മലയാള പത്രമാണ് ഏതാ? അൽ അമീൻ. അൽ അമീൻ. 2024 50ാം വാർഷികം ആഘോഷിക്കുന്ന M. മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2024 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികാഘോഷമായിരുന്നു. 50ാം വാർഷിക ആഘോഷം. കൊച്ചിൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ 25ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 25ാമത് വാർഷികം. 2024 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ കറൻസി നോട്ടാണ് ₹1 നോട്ട്. ₹1 നോട്ട്. 2024 75ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി നിലയമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ആകാശവാണി നിലയം. 2024 നാറ്റോയുടെ 75ാമത് വാർഷികമാണ്. 2024 നാറ്റോ ആഘോഷിക്കുന്നത് 75ാമത് വാർഷികമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ആയല്ലോ. അടുത്തത്
ഭരണഘടന അംഗീകരിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2024 150ാം രക്തസാക്ഷിത്വം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? 2024 150ാം രക്തസാക്ഷിത്വം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 60ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ 60ാം ചരമവാർഷികമാണ് 2024 ആചരിക്കപ്പെട്ടത്. സുവർണ ജൂബിലി ആഘോഷിച്ച മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരാണ്. സുവർണ ജൂബിലി ആഘോഷിച്ച മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2024 150ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 60ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. സുവർണ ജൂബിലി ആഘോഷിച്ച മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലുമാണ്. തൃശ്ശൂർ ജില്ല. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഏതാണ്? കുമരകവും ബേപ്പൂരുമാണ്. കുമരകവും ബേപ്പൂരും. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുമരകവും ബേപ്പൂരുമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ്? 75 രൂപ നാണയമാണ്. 75 രൂപ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്നത്. എക്സ്പോസാറ്റ്. ബഹിരാകാശ യാത്രികൾക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബഹിരാകാശ യാത്രകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. നവി മുംബൈ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ഒന്ന് റിവൈസ് ചെയ്യാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുമരകവും ബേപ്പൂരുമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയമാണ്. ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ്. എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ബഹിരാകാശ യാത്രകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രമാണ് നവി മുംബൈയിൽ വരുന്നത്. നവി മുംബൈ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അടുത്ത സെറ്റ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ വജ്ര ജൂബിലി ആയിരുന്നു 2024 നടന്നത്. ഓക്കെ.
തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതാരാണ്? നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ നേടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്. പാറ്റ്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡയിലാണ്. വിജയവാഡ. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. വിജയവാഡ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം അടൽ സേതു ആണ്. അടൽ സേതു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് ഏത്? പുഷ്പക്. ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ്. 2024 UCC അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം അടൽ സേതുവാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായിട്ടുള്ള ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചക്ഷു പോർട്ടൽ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥിയാണ് ഇമ്മാനുവൽ മാക്രോൺ. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാൽപ് എന്ന അവാർഡിന് അർഹനായത് ആരാണ്? നരേന്ദ്രമോദി. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാൽപ് എന്ന അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2024 ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത് വാർഷികമാണ്. 2024 ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 50ാമത് വാർഷികമാണ് ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേലാ ടണലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ. റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാൽപ് എന്ന അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2024 ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 50ാമത് വാർഷികമാണ് ആചരിച്ചത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാണ് സേലാ ടണൽ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാനയുമാണ്. ഓക്കെ.
അടുത്തത്, പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവിക സേനാ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഭാരത് ശക്തി എന്നാണ്. പൊക്രാനിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനാ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഭാരത് ശക്തി എന്നാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക എന്നത്. യുവിക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ്? യുവിക. യുവിക. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതേതാണ്? 1032 ആണ്. 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പദ്ധതിയാണ് ഏത്? ആദർശശില എന്നത്. ആദർശശില. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ആദർശശില എന്നാണ്. ആദർശശില. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എത്രയാണ്? 85 വയസ്സാണ് കേട്ടോ. 85 വയസ്സ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായമാണ് 85 വയസ്സ്. ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടുത്തിയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? സി വിജിൽ എന്നത്. സി വിജിൽ. ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്നത്. സി വിജിൽ. റിവൈസ് ചെയ്യാം. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവിക സേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി എന്നത്. ഭാരത് ശക്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക എന്നത്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032 എന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പദ്ധതി ഏതാണ്? ആദർശശിലയാണ്. ആദർശശില. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എത്രയാണ്? 85 വയസ്സാണ്. 85 വയസ്സ്. ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? സി വിജിൽ എന്നത്. സി വിജിൽ. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ഉണ്ട്. അതേതാണ്? സാക്ഷം ആപ്പാണ് കേട്ടോ. സാക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഏതാണ്? അതാണ് അഗ്നി ബാൺ എന്നത്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നി ബാൺ. ലോകസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരക ആണ് സമത എന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഡൽഹി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. PM കുസും യോജന. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയുടെ പേരാണ് PM കുസും യോജന. ഒന്നും കൂടെ റിവൈസ് ചെയ്യാം.
ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് എന്താണ്? സാക്ഷം ആപ്പ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ എന്നത്. ലോകസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് സമത. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളമാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. സരസ്വതി സമ്മാൻ 2023 ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. കൃതി ഏതാണ്? രൗദ്ര സാത്വികം. സരസ്വതി സമ്മാൻ 2023 ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. കൃതി രൗദ്ര സാത്വികമാണ്. 33ാമത് സരസ്വതി സമ്മാനാണ് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 33ാമത് സരസ്വതി സമ്മാനാണ് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സരസ്വതി സമ്മാൻ ലഭിക്കുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. അപ്പോൾ ആദ്യത്തെ 3 മലയാളികളെ നമ്മൾ അറിയണ്ടേ? വേണം. ബാലാമണിയമ്മ 1995 നിവേദ്യം എന്ന കൃതിക്കാണ്. 1ാമത്തെ ആളാണ് ബാലാമണിയമ്മ. പിന്നീട് K അയ്യപ്പ പണിക്കർ 2005 അയ്യപ്പ പണിക്കരുടെ കൃതികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. K അയ്യപ്പ പണിക്കരാണ് രണ്ടാമത്തെ സരസ്വതി സമ്മാൻ അർഹനായ വ്യക്തി. 2005 സുഗതകുമാരിയാണ് 3ാമത്തെ ആള്. 3ാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തിയാണ് സുഗതകുമാരി. 2012 കൃതി ഏതാണ്? മണലെഴുത്ത്. 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. നമ്മൾ പറഞ്ഞു 2023 സരസ്വതി സമ്മാൻ നേടുന്ന കൃതി ഏതാണ്? രൗദ്ര സാത്വികം. സരസ്വതി സമ്മാൻ 2023 പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. കൃതി രൗദ്ര സാത്വികമാണ്. 33ാമത് സരസ്വതി സമ്മാനാണ് ലഭിക്കുന്നത്. പ്രഭാവർമ്മ സരസ്വതി സമ്മാൻ നേടുന്ന 4ാമത്തെ മലയാളി കൂടിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 2024 വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതിക്കാണ്. 2024 വ്യാസ സമ്മാൻ ലഭിച്ചത് പുഷ്പഭാരതിക്കാണ്. കൃതിയുടെ പേരെന്താണ്? യാദേ എന്നതാണ് കൃതി. ഇത് 33ാമത് വ്യാസ സമ്മാനാണ് കേട്ടോ. 33ാമത് വ്യാസ സമ്മാനാണ്. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉപമന്യു ചാറ്റർജിയാണ്. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ഉപമന്യു ചാറ്റർജി. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മിഥുൻ ചക്രവർത്തി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയാണ്. ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയാണ്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെയാണ്? കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? സാക്ഷി മാലിക്കാണ്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനമാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. അതിൽ 1ാം സ്ഥാനം റഷ്യ. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ല എന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ല എന്നും നിരീക്ഷിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ മേഘദൂത്. അതിൻ്റെ 40ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2024 മേഘദൂതിൻ്റെ എത്രാമത് വാർഷികമായിരുന്നു? 40ാമത് വാർഷികമായിരുന്നു. 40.
യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. 2024 വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ്? 2024 വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് എന്നത്. നിർഭയ്. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതി ഏതാണ്? ഗജരാജ എന്നതാണ്. ഗജരാജ. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് ഗജരാജ. ഡാറ്റ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ്? അത് റിലയൻസ് ജിയോ ആണ് കേട്ടോ. റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ. ഇന്ത്യയിലെ പുതിയ 2 റാംസാർ സൈറ്റുകളാണ് പഠിക്കാനുള്ളത്. 1 നാഗി പക്ഷി സങ്കേതം, 2 നക്തി പക്ഷി സങ്കേതം. ഇത് രണ്ടും ബീഹാറിലാണ് കേട്ടോ. നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവുമാണ് ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ എത്ര റാംസാർ സൈറ്റുകളുണ്ട്? 80 ആണ് കേട്ടോ. 80. നിലവിൽ ഇന്ത്യയിൽ 80 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. നോക്കാം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ആരാണ്? IIT ബോംബെ ആണ്. IIT ബോംബെ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കരണത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ഗുജറാത്തിലാണ്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ഉം 1-ാം സ്ഥാനം റഷ്യയ്ക്കുമാണ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ല എന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിനായിട്ട് ഇന്ത്യ 1984 നടത്തിയ സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ മേഘദൂത്. ഈ ഓപ്പറേഷൻ മേഘദൂതിൻ്റെ 40ാമത് വാർഷികമായിരുന്നു 2024 ആഘോഷിച്ചത്. യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂറാണ്. 2024 വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് എന്നത്. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് എന്ത്? ഗജരാജ എന്നത്. ഗജരാജ. ഡാറ്റ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ. ഇന്ത്യയിൽ പുതിയ 2 റാംസാർ സൈറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1 നാഗി പക്ഷി സങ്കേതവും 2 നക്തി പക്ഷി സങ്കേതവുമാണ്. ഇവ രണ്ടും ബീഹാറിലാണ്. നിലവിൽ ഇന്ത്യയിൽ 80 റാംസാർ സൈറ്റുകളാണ് ഉള്ളത് എന്നോടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് വരിക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.